ബ്ലാക്ക് കളറിൽ നമ്മൾ ഒരുപാട് ഫോർച്യൂണേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ഗ്രേ കളറിൽ ബ്ലാക്ക് ആക്കിയത് അല്ലെങ്കിൽ വൈറ്റ് ബ്ലാക്ക് ആക്കിയ വാഹനങ്ങളേക്കാൾ കൂടുതൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ബ്ലാക്ക് കളറിൽ ഒറിജിനൽ മെറ്റാലിക് ബ്ലാക്ക് കളറിൽ 5 സ്പീഡ് ഗിയർ ബോക്സ് വരുന്നത് 2014 മോഡൽ 2 വീൽ ഓട്ടോമാറ്റിക്. അത് ലോ കിലോമീറ്റർ തന്നെ പറയട്ടോ. 2014 സംബന്ധിച്ചിടത്തോളം ലോ കിലോമീറ്റർ എന്ന് പറയാം. 1,57,000 കിലോമീറ്റർ ജെനുവിൻ സർവീസിലുള്ള ഒരു വാഹനമാണ്. മേജർ ആക്സിഡന്റ് ഫ്രണ്ട് മേജർ കംപ്ലൈൻറ്റുകളില്ലാന്നല്ലേ നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കുക. ഓൾ ഒറിജിനൽ തന്നെ പറയാം. ഫ്രണ്ട് ഗ്ലാസ് വരെ ചേഞ്ച് ചെയ്യാത്ത വാഹനമാണ്. അതർ സ്റ്റേറ്റ് വാഹനമാണ്. ഇന്നലെ സ്റ്റോക്ക് കയറിയ വാഹനമാണ്. വന്ന അതേ കണ്ടീഷനിലാണ് നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു 95% കമ്പനി പെയിൻറ്റ് വരുന്ന വാഹനം തന്നെ കേട്ടോ. ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്തിട്ട് പക്ക ഷോറൂം കണ്ടീഷൻ ആക്കിയിട്ട് അങ്ങനെ കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷനിൽ സ്റ്റോക്ക് കണ്ടീഷനിൽ മതിയെന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ തരാൻ കഴിയും. ചെറിയ മൈന്യൂട്ട് 1-2 സ്ക്രാച്ച് കാര്യങ്ങളെ നിലവിലുള്ളൂ. 95% കമ്പനി പെയിൻറ്റ് വരുന്നൊരു വാഹനം കേട്ടോ. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. അതർ സ്റ്റേറ്റ് വാഹനമാണ്. കേരളത്തിൽ നമ്പർ ആക്കിയിട്ടാണ് നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിങ്ങൾ പറയുന്ന ഏത് ആർ ടി ഓഫീസിൽ പോകണമെങ്കിലും NOC എടുത്തുകൊണ്ട് നമ്പർ ആക്കി തരാൻ കേട്ടോ. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 50% 4 ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു കണ്ടീഷനിൽ കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് ഇന്റീരിയർ ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് നമ്മൾ ബ്ലാക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ ഒരു കണ്ടീഷനിൽ കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് 14,50,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് തരാൻ കഴിയും. അതല്ലെങ്കിൽ GR സ്പോർട്ടിന്റെ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, അതേപോലെ 2 സ്കാറ്റിങ്, ഫ്രണ്ടും ബാക്കും സ്കാറ്റിങ്, LED ടൈലാമ്പ്, അതേപോലെ ഡിക്കി ഗാർണിഷ് LED, അങ്ങനെ കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ട് നമുക്ക് 15,50,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. മേജർ ആക്സിഡന്റ് ഫ്ലഡ് മേജർ കംപ്ലൈന്റുകളില്ലാന്നല്ലേ നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാം. മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയും. അത്രയും സ്മൂത്താണ് മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇതിന്റെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും ചെറിയ മൈന്യൂട്ട് 1-2 സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡ് ബോഡി കാര്യങ്ങൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ. ചെറിയ ബ്ലാക്ക് ആയതുകൊണ്ട് ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ചുകളിൽ എടുത്ത് കാണിക്കും. 1-2 ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ചസുകൾ ഈ ഒരു ഭാഗത്തൊക്കെ കാണിക്കാൻ കഴിയും. ടയർ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40% 4 ടയർ ഭാഗങ്ങൾ വരുന്നത്. ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ സ്റ്റോക്ക് കണ്ടീഷനിലാണ്. കമ്പനി ടൈലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഭാഗത്തൊന്നും എവിടെയും സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി പെയിന്റ് തന്നെയാണ്. ഈ ബമ്പറിൻ്റെ ഈ ഭാഗം നമ്മളൊന്ന് ടച്ച് ചെയ്യണം. പിന്നെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഡെൻറ്റിങ് വർക്ക് കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഇല്ലത് അതേപോലെ ആകുമ്പോൾ തന്നെ ഉണ്ട് കേട്ടോ. സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ പക്കയാണ്. ഈ സൈഡ് ചെറിയ 1-2 ടച്ചിങ് കാര്യങ്ങൾ ചെയ്യാണ്ട്. അതേപോലെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോഴേ സീറ്റ് വൈസ് ബ്ലാക്കിൽ ചെയ്തിട്ടുണ്ട്. ടോർപേഡുകൾ, അതേപോലെ സൈഡ് പോസ്റ്റുകൾ, അതൊക്കെ കംപ്ലീറ്റ് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സീറ്റ് വൈസ് ഒക്കെ പക്കയാണ്. കമ്പനി സെറ്റാണ് വരുന്നത്. ബാക്ക് സീറ്റ് കവർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉണ്ട്. ഏറ്റവും ബാക്കിൽ നോക്കുകയാണെങ്കിലും സ്ക്രാച്ച് കാര്യങ്ങളൊന്നും സീറ്റ് വൈസിന് അവിടെ ഇല്ല കേട്ടോ. ടോപ്പ് കാര്യങ്ങളൊക്കെ പക്കയാണ്. ഇതിൽ നമ്മൾ ഫുള്ള് ബ്ലാക്ക് ആക്കിയിട്ട് ഫുള്ള് വർക്ക് ചെയ്ത് വരുമ്പോൾ ടോപ്പൊക്കെ നമുക്ക് ബ്ലാക്ക് ആക്കിയിട്ട് പക്ക ഷോറൂം കണ്ടീഷനാക്കി തരട്ടെ. അതിന് നമുക്ക് 15.5 ലക്ഷം രൂപ ഫിക്സഡ് റേറ്റാണ്. ബാർഗനിങ് ഇല്ലാത്ത റേറ്റാണ്. അതേപോലെ ഇതിൻ്റെ എൻജിൻ ഭാഗത്തേക്ക് വരുമ്പോഴേ 1,57,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ലാസ്റ്റ് കയറിയുള്ളത് 2020 അന്ന് കിലോമീറ്റർ ഓടിയുള്ളത് 1,10,000 കിലോമീറ്ററാണ്. കിലോമീറ്റർ ഗ്യാരണ്ടിയാണ്. 1,57,000 കിലോമീറ്ററാണ് നിലവിൽ ഓടിയിട്ടുള്ളത്. മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. നിങ്ങളൊരു 10-15 ദിവസമൊക്കെ ചെക്കിംഗ് വാറണ്ടി ഈ വാഹനത്തിന് നമുക്ക് തരാൻ കഴിയും. അത്രയും മെക്കാനിക്കലി നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയ വാഹനം കേട്ടോ. ഫ്രണ്ടേജ് ഇപ്പോൾ ഓൾറെഡി TRDൻ്റെ ഗ്രില്ലാണ് വരുന്നത്. ഹെഡ്ലൈറ്റൊക്കെ കമ്പനി ഇറങ്ങുമ്പോൾ എല്ലാം ഒറിജിനൽ ഹെഡ്ലൈറ്റ് തന്നെയാണ് കേട്ടോ. ഈ ഒരു ഗ്രില്ല് കമ്പനിയിൽ നിന്ന് തന്നെ മാറിയതാണ് കേട്ടോ. അത് നമ്മളെ ഹിസ്റ്ററിയിലുണ്ടാവും. പിന്നെ ഫ്രണ്ട് ബമ്പർ കമ്പനിയിൽ നിന്ന് മാറിയിട്ടുണ്ട്. വേറെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. ഫ്രണ്ടേജ് ഭാഗത്തോ ഈ ഒരു ഭാഗത്ത് എവിടെയും നിങ്ങൾക്ക് ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും കാണിച്ചു തരാൻ കഴിയില്ല. ഒക്കെ കമ്പനി പെയിൻറ്റുള്ള ഒരു വാഹനം തന്നെ. ബമ്പറിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ ടച്ചിങ് ഉണ്ട് എന്നല്ലാതെ മേജർ ടച്ചിങ് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. ടോപ്പും കാര്യങ്ങളൊക്കെ പക്കയാണ്. ഏതൊരു ഗ്ലാസും റീപ്ലേസ് ഇല്ലാത്തൊരു വാഹനം തന്നെ കേട്ടോ. അപ്പോൾ ഈ വാഹനം ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് 14,50,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. അതെല്ലാം നിങ്ങൾക്ക് ഫുള്ള് വർക്ക് എടുത്തിട്ട് പക്ക ഷോറൂം കണ്ടീഷൻ ആക്കിയിട്ട് ഇൻറ്റീരിയർ ഭാഗങ്ങളും എക്സ്റ്റീരിയർ ഭാഗങ്ങളൊക്കെ പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാക്കിയിട്ട് നമുക്ക് ഫൈനൽ റേറ്റ് ആണ് പറയുന്നത് 15,50,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്.